ഡിയേഴ്സ്, ഇത് കണ്ടോ ഗ്രോ ബാഗ്, പച്ച ഗ്രോ ബാഗ് 15x18 ഇഞ്ചുള്ള ഗ്രീൻ ഗ്രോ ബാഗാണ്. അതിലോട്ടേക്ക് ഞാൻ ഈ പൊമോഗ്രാനറ്റിൻ്റെ ചെടി റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഇത് ചെറിയ ഗ്രോ ബാഗ് ആയത് കാരണം അതിന് വേര് തിങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് വളരാൻ പറ്റുന്നില്ല. അത് കാരണം വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റി നട്ടെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് വളരും, നല്ല ഗ്രോത്ത് ഉണ്ടാകും. അതിനായിട്ട് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കിച്ചൺ കമ്പോസ്റ്റാണ്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കിച്ചൺ കമ്പോസ്റ്റാണ്, അതും ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൂട്ടുവളമായി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റീപോർട്ട് ചെയ്യുമ്പം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഗ്രോത്തായിട്ട് വളർന്നു കിട്ടും. കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നടാം. മണ്ണ് കട്ടിയായിരിക്കുന്നത് കാരണം അത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഗ്രോ ബാഗ് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്ത് ഇനി ഇതിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം മണ്ണ് ഭയങ്കര കട്ടിയായിട്ടാണ് ഉള്ളത്. അത് കാരണം ഒരു കമ്പോ അല്ലെ എന്തെങ്കിലും സാധനം കൊണ്ട് മണ്ണ് നമുക്ക് തട്ടിക്കൊടുക്കാം. പിന്നെ നേരത്തെ കൃഷി ചെയ്തിരുന്ന ഗ്രോ ബാഗിലെ മണ്ണ് കൂടി ഇതിനിട്ട് കൊടുത്താൽ നല്ല വളക്കൂറുള്ള മണ്ണാണല്ലോ, അതും കൂടി നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനെ ഒരു സ്ഥലത്തിലോട്ടേക്ക് നമുക്ക് മാറ്റി വെച്ച് പിന്നെ ആ വേര് മേലെ കാണുന്നതുണ്ടല്ലോ, അതൊക്കെ കാണാത്ത വിധത്തിൽ മണ്ണ് മൂടിയിട്ട് കൊടുക്കാം. നല്ലപോലെ മേലെ വരെ മണ്ണിട്ട് കൊടുക്കാം. ഇങ്ങനെ താഴെയുള്ള ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ അത് മേൽപോട്ട് ഇനിയും വലുതായി വളർന്ന് കിട്ടും. ഒരു കായ് പിടിച്ചിട്ടുണ്ട് ഇതിൽ. ഏത് തൈ നട്ടാലും നമ്മൾ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നല്ല പോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല മഴയൊക്കെ വരുന്നത് കാരണം നമ്മളിപ്പോൾ ഇത് നിർത്തി വെച്ചു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.